ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ചെല്ലുന്തോറും വിദ്യാഭ്യാസ മേഖലയിൽ വമ്പൻ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായ മാറ്റം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഈ വാർത്ത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ 10ലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഇനി വരുന്ന അടുത്ത വർഷം 10ാം ക്ലാസ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ 9ാം ക്ലാസ് കഴിഞ്ഞ് 10ലേക്ക് കയറിയിട്ടുള്ള മക്കളുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വേറൊന്നുമല്ല, മറ്റൊരു മികച്ച തീരുമാനമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, നമ്മൾ SSLC പബ്ലിക് എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരു മോഡൽ എക്സാം എഴുതുന്ന ഒരു പതിവുണ്ടല്ലേ. നമ്മളതിൻ്റെ മോഡലൊക്കെ നോക്കി ആ പബ്ലിക് എക്സാം എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു ചെറിയ വെർഷനായിരിക്കും മോഡൽ എക്സാം എന്ന് പറയുന്നത്. ഇനി മുതൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ മോഡൽ എക്സാമിൽ മിനിമം മാർക്ക് മേടിക്കാത്ത കുട്ടികൾക്ക് പബ്ലിക് എക്സാം എഴുതാൻ സമ്മതിക്കില്ല എന്നൊരു സർക്കുലറാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഈ വർഷം വരെ, അതായത് ഈ വർഷം SSLC എഴുതിയ കുട്ടികൾക്ക് വരെ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. നമ്മളെ മോഡൽ എക്സാം വളരെ സീരിയസ് ആയിട്ടൊന്നും എഴുതാത്ത ഒരുപാട് പേരൊക്കെ സീരിയസ് ആയിട്ട് എഴുതുന്ന കുട്ടികളുണ്ട് കേട്ടോ. കുറേ പേര് സീരിയസ് ആയിട്ടൊന്നും എഴുതാതെ വെറുതെ പോയിട്ടൊക്കെ എഴുതി മിനിമം മാർക്ക് പോലും മേടിക്കാതെയും അവരതിന് ക്വാളിഫൈഡ് ചെയ്ത് പബ്ലിക് എക്സാം എഴുതാൻ വിടുമായിരുന്നു. അതൊന്നും ഒരു പ്രശ്നമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ലൊരു അഴിച്ചുപണി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കുട്ടികൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, വിദ്യാഭ്യാസ മേഖല വളരെ മികച്ച രീതിയിലാക്കാനുള്ള നല്ല ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉഴപ്പി നടന്നാലൊന്നും കാര്യങ്ങൾ നടക്കില്ല. കുട്ടികൾ നന്നായി വർക്ക് ചെയ്യേണ്ടതുണ്ട്, നന്നായി പഠിക്കേണ്ടതുണ്ട്. പക്ഷേ വേറൊരു കാര്യമെന്ന് വെച്ചാൽ, വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, അവർ കായിക രംഗത്തായാലും കലാരംഗത്തായാലും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിന് തെളിവാണ് ഓരോ മേളകളിലെയും ഗ്രേസ് മാർക്കിൻ്റെ ഈ വർഷത്തെ വർധനവും ആഡ് ചെയ്യലൊക്കെ. അപ്പോൾ പഠനത്തിൽ മാത്രമല്ല, മറ്റു മേഖലയിൽ തിളങ്ങുന്ന കുട്ടികൾക്ക് അതിലേക്കുള്ള ഒരു പ്രോത്സാഹനവും ഗവൺമെൻറ് നൽകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയൊരു മാറ്റമാണത്. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ വീഡിയോ എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നന്ദി, നമസ്കാരം.